അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ വിശുദ്ധ നാമങ്ങളിൽ പെട്ടതാണ് അർ-റഹ്മാൻ. അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ അള്ളാഹു എന്നാണ് അതിൻ്റെ അർത്ഥം. മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ലോകത്തുള്ള മുഴുവൻ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിൻ്റെയും സ്രോതസ് അള്ളാഹു റബ്ബുൽ ഇസ്സത്താണ്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കാരുണ്യമാണ് ലോകത്ത് മുഴുവൻ മനുഷ്യന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതും ഓരോ ജീവികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്നതും അള്ളാഹു നൽകുന്ന കാരുണ്യത്തിൽ നിന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന്റെ കേദാരമാണ്, അനുഗ്രഹത്തിന്റെ പറുദീസയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. ആ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കാരുണ്യമില്ലാതെ ഇവിടെ ഒരാൾക്കും ഒരു ശ്വാസം വലിക്കാനോ അത് ഉള്ളിലേക്ക് വലിക്കാനോ പുറത്തേക്ക് തള്ളാനോ ഒരു കഴിവും ഒരാൾക്കും ഇല്ല. അള്ളാഹു നൽകുന്ന കാരുണ്യം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും മനുഷ്യനും മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. മനുഷ്യന് കാരുണ്യം ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തതുപോലെ, കാരുണ്യങ്ങൾ ചെയ്തതുപോലെ നാം മനുഷ്യർക്ക് ചെയ്തു കൊടുക്കണം. അതാണ് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുള്ള മുഴുവൻ ജനതക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. അർ-റാഹിമൂന യർഹമുഹുമുർ റഹ്മാനു ഇർഹമു മൻ ഫിൽ അർളി ജമീഅ യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നിങ്ങൾ കരുണ ചെയ്യുക, എന്നാൽ കാരുണ്യത്തിന്റെ കേദാരമാകുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്കും കാരുണ്യം ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം പരസ്പരം എല്ലാവർക്കും കാരുണ്യം ചെയ്യുക, കാരുണ്യം ശീലിക്കുന്നവരാകുക. നമ്മോട് സഹകരിക്കുന്നവർക്കും സഹകരിക്കാത്തവർക്കും എല്ലാവരോടും കാരുണ്യത്തിൽ പെരുമാറുക, കാരുണ്യം ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ജനങ്ങൾക്ക് കാരുണ്യം ചെയ്യാത്തവന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചെയ്യുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും കാരുണ്യം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ വന്ന് ഭക്ഷണം ചോദിച്ചു. ഒരു മജൂസിയായ തീയാരാധനക്കാരനായ മനുഷ്യനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഭക്ഷണം ചോദിച്ചത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, തീയാരാധനക്കാരനായ നിനക്ക് ഞാൻ ഭക്ഷണം തരുകയോ എന്ന് ചോദിച്ച് അദ്ദേഹത്തിനെ മടക്കി അയച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഭക്ഷണം ചോദിച്ച മനുഷ്യനെ തിരിച്ചു വിളിച്ച് ഭക്ഷണം തരാമെന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക് എന്താണ് ഒരു മനസാന്തരം ഉണ്ടായത്? നിങ്ങളിപ്പോൾ ഭക്ഷണം തരാമെന്ന് പറയുന്ന കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിച്ചിട്ടുണ്ട്. എത്ര കാലമായി ഞാൻ ഈ മജൂസിയായ മനുഷ്യന് എന്നെ ആരാധിക്കാഞ്ഞിട്ട് പോലും ഭക്ഷണം നൽകുന്നു. നിന്നോട് ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചപ്പോ നിനക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചത് എന്ന് പറഞ്ഞപ്പോ ആ മജൂസിയായ മനുഷ്യന് മാനസികമായി അള്ളാഹുവിനോട് അടുപ്പമുണ്ടാവുകയും സ്നേഹമുണ്ടാവുകയും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അദ്ദേഹം വരികയും ചെയ്ത ചരിത്രം നമുക്ക് കിതാബുകളിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പരസ്പരം സ്നേഹം നൽകുക, കാരുണ്യം നൽകുക, കരുണയുടെ വലിയ ആളുകളായി നാമൊക്കെ മാറണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.